ഹലോ ഗൈസ്, അപ്പോൾ ജനുവരി 17 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഇപ്പം എന്തായാലും നമ്മൾ തള്ള വൈബായല്ലോ. അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കൊന്നും വേണ്ടാന്നായിരുന്നു എൻ്റെ തീരുമാനം. മാത്രമല്ല നമ്മുടെ ഉണ്ണിയുടെ ബർത്ത്ഡേ ഇപ്പോൾ കഴിഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ നമ്മൾ വിട്ട് കളയാം എന്നൊരു തീരുമാനമായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളെ സർപ്രൈസ് ആക്കിയിട്ടാ. ചേട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് എല്ലാവർക്കും കൂടി പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും യാത്രയായി ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് കേട്ടോ എന്നോട് പറയുന്നത് കേക്ക് മുറിക്കാനായിട്ട്. അപ്പോഴാണ് കേക്ക് വാങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ അടുത്ത ഗിഫ്റ്റ് നമ്മുടെ നാത്തൂൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും സർപ്രൈസ് തന്നെയായിരുന്നു. അപ്പോൾ 2 ദിവസം മുന്നൊക്കെ ആൾ ഡ്രസ്സ് വാങ്ങി വെച്ചു എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഞാൻ കാണാണ്ടിരിക്കാനായിട്ട് ആൾ അലമാരയുടെ ഏറ്റവും മുകളിലാണ് വെച്ചിരുന്നതെന്നൊക്കെയാണ് പറയണത്. പിന്നെ ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആൾ ബില്ലൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേപോലത്തെ പാൻറ് ഇടാറുണ്ടോ, പിന്നെ ഈ ഡ്രസ്സ് ഇഷ്ടമായി എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ ഞാൻ നിവർത്തി നോക്കിയിട്ടോ. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കൂടുതലും എനിക്കിഷ്ടമായത് നെക്ക് പോർഷൻ ആയിരുന്നു കേട്ടോ. അടുത്ത ഗിഫ്റ്റ് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ഗിഫ്റ്റ് കയ്യിൽ കിട്ടുന്നത്. പിന്നെ കുറേ പേരൊക്കെ എനിക്ക് ബർത്ത്ഡേ വിഷസൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരോടും നന്ദി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഗിഫ്റ്റ്. 2 ഗാലക്സിയുടെ ചോക്ലേറ്റും പിന്നെ ഈ ഒരു ഗിഫ്റ്റും. ഇത് ലൈറ്റ് കത്തണതായിരുന്നു കേട്ടോ. പിന്നെ ഏതൊരു ചെറിയ ഗിഫ്റ്റ് ആയാലും സർപ്രൈസ് ആയിട്ട് കിട്ടുമ്പോൾ അത് വലിയൊരു സന്തോഷമല്ലേ. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. ബൈ.